പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാൻ ബെൽജിയം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ആന്റ്വർപ്പിലെ കോടതിയുടേതാണ് നിർണായക വിധി. ആരാണ് മെഹുൽ ചോക്സി? പരിശോധിക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വ്യാജരേഖകൾ ഉപയോഗിച്ച് 13,000 കോടിയിലധികം രൂപ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട കേസിലെ പ്രധാന പ്രതിയാണ് മെഹുൽ ചോക്സി. വായ്പാ തട്ടിപ്പ് പുറത്തുവന്നതിന് ശേഷം ചോക്സിയുടെ ഉടമസ്ഥതയിലുള്ള ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ 2,565 കോടി രൂപയുടെ ആസ്തികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ലേലം ചെയ്യാൻ കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇയാളുടെ അനന്തരവൻ നീരവ് മോദിയാണ് കേസിലെ മറ്റൊരു പ്രതി. 2018 തട്ടിപ്പ് വിവരം പുറത്തുവരുന്നതിന് തൊട്ടുമുൻപാണ് മെഹുൽ ചോക്സിയും നീരവ് മോദിയും ഇന്ത്യ വിട്ടത്. ചോക്സി 2025 ഏപ്രിൽ 11 ബെൽജിയൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ അധികൃതരുടെ ഔപചാരികമായ അപേക്ഷയെ തുടർന്നായിരുന്നു അറസ്റ്റ്. സ്വിറ്റ്സർലൻഡിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരം ബെൽജിയൻ അധികൃതർ ചോക്സിയെ അറസ്റ്റ് ചെയ്തത് സാധുവാണെന്ന് ആന്റ്വർപ്പ് കോടതി കണ്ടെത്തി. അറസ്റ്റിലായതിനു ശേഷം ചോക്സി സമർപ്പിച്ച നിരവധി ജാമ്യാപേക്ഷകൾ ബെൽജിയൻ കോടതികൾ നിരസിച്ചിരുന്നു. ഇയാൾ വീണ്ടും ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇത്. ചോക്സിക്ക് ഈ കോടതി തീരുമാനത്തിനെതിരെ ബെൽജിയത്തിലെ ഉന്നത കോടതിയിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ട്. അതിനാൽ ഇയാളെ ഉടൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ലെങ്കിലും കൈമാറ്റ നടപടികളുടെ നിർണായകമായ ഒരു ഘട്ടം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.